നമസ്കാരം. ഈ നെഗറ്റീവ് ചിന്തകൾ തുടർച്ചയായി വരുന്നത് നമ്മുടെ എല്ലാവരുടെയും വിഷയമാണ്. ഈ അടുത്ത ഒരു ആഴ്ചക്ക് മുന്നേ എനിക്കൊരു വോയിസ് മെസ്സേജ് വരികയും അദ്ദേഹം ആ വോയിസ് മെസ്സേജിലൂടെ നമ്മുടെ ഒരു പ്രേക്ഷകനാണ്. അദ്ദേഹം പറഞ്ഞത് നിരന്തരമായി നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എത്ര ശ്രമിച്ചാലും കളയാൻ കഴിയാത്ത രീതിയിൽ ആ നെഗറ്റീവ് ചിന്തകൾ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു. നമ്മുടെ വീഡിയോകളിലൊക്കെ അതിനെ പോസിറ്റീവുമായി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പല രീതികൾ നമ്മൾ പറഞ്ഞ് അതൊക്കെ പരീക്ഷിച്ചിട്ടും ഈ നെഗറ്റീവായ ചിന്തകളിൽ തന്നെ അങ്ങനെ പെട്ടുപോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതേ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു പുസ്തകം നാം നിർദ്ദേശിച്ചിരുന്നു. ഒരു പുസ്തകം വായിക്കാൻ നമ്മൾ നിർദ്ദേശിച്ചിരുന്നു. ജയ് ഷെട്ടിയുടെ തിങ്ക് ലൈക്ക് എ മോങ്ക് എന്ന പുസ്തകമാണ് നമ്മൾ നിർദ്ദേശിച്ചത്. അതനുസരിച്ച് അദ്ദേഹം ആമസോണിൽ നിന്ന് ആ പുസ്തകം വാങ്ങിക്കുകയും അദ്ദേഹം അത് വായിക്കുകയും തന്റെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തു. വളരെ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടൊരു മെസ്സേജാണ് ഒരാഴ്ചക്കകം 7 ദിവസം കൊണ്ട്. ആ പുസ്തകത്തിൽ പറയുന്ന 3 കാര്യങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട്സിനെ നമുക്കൊന്ന് നിയന്ത്രിക്കാനും പകരം പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളിൽ കൊണ്ടുവരാനും ഒരു ദിവസം പൂർണ്ണമായി ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് പ്രാമുഖ്യം ലഭിക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്തകളെ മോഡിഫൈ ചെയ്യാനും കഴിയും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ആ 3 കാര്യങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുകയും ഇത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. പരമാവധി ആളുകൾ ആ പുസ്തകം വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കുക. ഈ മിനിമം ഈ വീഡിയോ എങ്കിലും മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സൈറ്റിനെ കുറിച്ചാണ്. അതായത് നാം ഉണർന്ന് ഉടനെ നോക്കുന്നത് കാണുന്നത് എന്താണ് എന്നാണ്. നമ്മളിൽ പല ആളുകളും നമ്മുടെ ടെലിഫോണിലേക്കാണ് ഉണർന്ന ഉടനെ നമ്മൾ തപ്പിയെടുക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ്. അതിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നാം നോക്കും, അതിൽ വരുന്ന മെസ്സേജുകൾ നാം നോക്കും. നമ്മളെന്ന് മാത്രമല്ല, ലോകത്തുള്ള മഹാഭൂരിപക്ഷം 80% ആളുകൾ ഇതാണ് ചെയ്യുന്നത് എന്നാണ് ഒരു പഠനം വ്യക്തമാക്കുന്നത്. അതിൽ 2 രീതിയിലാണ് നമ്മൾ മെസ്സേജ് നോക്കാറ്. ഒന്ന്, നമ്മൾ വീഡിയോസും എങ്കിൽ മറ്റു ഫേസ്ബുക്കിലും മറ്റും നമ്മൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത കാര്യത്തിന് എത്രമാത്രം ലൈക്ക് കിട്ടി, എത്ര വ്യൂവേഴ്സ് ഉണ്ട്, അതിന് കമന്റുകൾ എങ്ങനെയൊക്കെയാണ്, അതാണ് നമ്മൾ നോക്കുക. അല്ല എങ്കിൽ മറ്റുള്ളവരുടെ പോസ്റ്റിന് കീഴിൽ നമ്മൾ അത് വായിക്കുകയും അതിനനുസരിച്ച് ലൈക്കോ ഡിസ്ലൈക്കോ കമന്റോ ഷെയറോ ഒക്കെ ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രഭാതം തുടങ്ങുന്നത്. എന്നാൽ അത് വളരെ അപകടകരമായ ഒരു കാര്യമെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതായത് നമ്മൾ അപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പേഴ്സണൽ കാര്യത്തിന് അല്ല, മറിച്ച് മറ്റുള്ളവരുടെ ചിന്ത എങ്ങനെയാണ്, മറ്റുള്ളവരുടെ തോട്ട്സ് എങ്ങനെയാണ്, മറ്റുള്ളവരുടെ പ്രവർത്തനം എങ്ങനെയാണ്, എന്നെ കുറിച്ച് മറ്റുള്ളവർ ധരിക്കുന്നത് എങ്ങനെയാണ്, എന്തെല്ലാം കമന്റുകളാണ് വന്നത്, എന്റെ പോസ്റ്റിന് എത്ര ലൈക്ക് വന്നു, ഇനി മറ്റുള്ളവരുടെ പോസ്റ്റാണ് എങ്കിൽ അവരുടെ അഭിപ്രായം എന്ത്, അതിനെക്കുറിച്ച് ആളുകൾ എന്ത് പറയുന്നു എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത പോകുന്നത്. നമ്മളെ കുറിച്ചുള്ള ചിന്ത അവിടെ ഇല്ലായ്മ ചെയ്യുകയാണ്. പകരം നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെ നാം ആദ്യമായി കാണണമെന്നാണ്. നമുക്കറിയാം, ചില വീടുകളുടെ ബെഡ്റൂം തുറന്നാൽ തന്നെ പുറത്തേക്ക് വിശാലമായിട്ടുള്ള സൺറൈസും മറ്റും കാണാൻ കഴിയുന്ന രീതിയിലുള്ള കട്ടൻ നീക്കിയാൽ വിശാലമായി പുറത്തേക്ക് കാണാൻ കഴിയുന്ന ജനവാതിലുകൾ സെറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില കോഡ്സ്, മഹത് വചനങ്ങൾ നമുക്കത് ഉണർന്നാൽ ഉടനെ കാണുന്ന രീതിയിൽ നമുക്കതിനെ സെറ്റ് ചെയ്യാം. നല്ല വചനങ്ങൾ, നല്ല ആളുകൾ പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷൻ നൽകുന്ന നല്ല നല്ല കോഡ്സുകളൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്ത് പ്രദർശിപ്പിക്കാനും കഴിയും. ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഒക്കെ ഭാഗമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുള്ളത് പോലെ എണീറ്റ ഉടനെ നമ്മുടെ അച്ചീവ് ചെയ്യാനുള്ള നമ്മുടെ ഗോൾ എന്താണോ, നമ്മുടെ ആഗ്രഹം എന്താണോ, നമ്മുടെ ലക്ഷ്യം എന്താണോ, അത് അച്ചീവ് ചെയ്തതായിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ, ഒരു സംവിധാനം നമ്മൾ ഉണർന്ന ഉടനെ നമുക്ക് കാണാൻ കഴിയുന്ന പാകത്തിൽ നമ്മൾ സെറ്റ് ചെയ്താൽ അത് വളരെയധികം ഗുണകരമാകും. എന്തായാലും നമ്മൾ ടെലിഫോൺ ഒന്ന് മാറ്റിവെക്കുകയും ആദ്യം കാണുന്ന കാഴ്ച എന്തു തന്നെയായാലും നമ്മളെക്കുറിച്ചും നമുക്ക് പോസിറ്റീവ് എനർജി ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമാക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം,
അദ്ദേഹം പറയുന്നത് സ്മെല്ലിനെ കുറിച്ചാണ്. നാം രാവിലെ തന്നെ ഉണർന്ന ഉടനെ തന്നെ നാം ശ്വസിക്കുന്ന ആ വായുവിനോട് കൂടെ മനോഹരമായിട്ടുള്ള ഒരു വാസന, നല്ല ഒരു സുഗന്ധം നമ്മൾക്ക് ശ്വസിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ എനർജറ്റിക് ആയിരിക്കും. പെർഫ്യൂമുകൾ ഉപയോഗിക്കാം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. നമ്മൾ എന്തായാലും ഒരു സുഗന്ധപൂരിതമായിട്ടുള്ള ഒരു ശ്വാസമാണ് നമ്മൾ ആദ്യം ഉള്ളിലേക്ക് എടുക്കുന്നത് എങ്കിൽ അത് വളരെ പോസിറ്റീവായി വളരെ നല്ല എനർജി നമുക്ക് നൽകും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിനു വേണ്ടി രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ തന്നെ അത്തരത്തിലുള്ള സുഗന്ധ വസ്തുക്കളോ മറ്റോ നമ്മുടെ സമീപത്ത് വെച്ചുകൊണ്ട് നാം ഈ പിക്ചർ കാണുകയും ഈ സുഗന്ധപൂരിതമായിട്ടുള്ള നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ഒരു സുഗന്ധം, ഒരു നല്ല സ്മെല്ല് നമ്മുടെ ബെഡ്റൂമിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായി സൗണ്ടാണ്. നാം ആദ്യമായി കേൾക്കുന്ന ശബ്ദം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മക്കളെയൊക്കെ വിളിച്ചുണർത്തുമ്പോൾ അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടോ അവർ പ്രകോപിതരാകുന്ന രീതിയിൽ എണീക്കണ എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളമയമാക്കിക്കൊണ്ട് അവരെ ഉണർത്താതെ വളരെ സ്നേഹത്തോടു കൂടി ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ ഉണർത്തിയാൽ കുട്ടികൾക്ക് വൈകുന്നേരം വരെ അവർ സ്കൂൾ വിട്ടു വരുന്നത് വരെ വീട്ടിലെത്തുന്നത് വരെ നല്ല ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നതുപോലെ തന്നെയാണ് നാം കേട്ടുണരുന്ന നല്ല പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സംഗീതങ്ങളുണ്ട്, പോസിറ്റീവായിട്ടുള്ള കുറെ പ്രാർത്ഥനാ വചനങ്ങളുണ്ട്, പോസിറ്റീവായിട്ടുള്ള ശബ്ദങ്ങളുണ്ട്. അതൊക്കെ നമ്മളെ സ്വാധീനിക്കും. ഈ കാഴ്ചയും ഈ സ്മെല്ലും ഈ സൗണ്ടും നമ്മളെ പോസിറ്റീവായി നിലനിൽക്കാൻ വളരെയധികം സഹായിക്കുമെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ അലാറം വെച്ച് 4 മണിക്കായാലും 5 മണിക്കായാലും എണീക്കുന്ന നമ്മുടെ അലാറത്തിൽ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള മ്യൂസിക് സെറ്റ് ചെയ്യാം. അതല്ല വിശ്വാസികളാണ് എങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പ്രാർത്ഥനാ വചനങ്ങളോ റിലീജിയസ് ടെക്സ്റ്റുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കാര്യമോ ഒക്കെ അലാറത്തിന്റെ ടോണായി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം കേൾക്കുന്നത് അതാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അങ്ങനെ വളരെ സുന്ദരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് മനോഹരമായ സുഗന്ധപൂരിതമായ ഒരു ശ്വാസം എടുത്തുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ട ഒരു സംഗീതമോ ഒരു പ്രാർത്ഥനാ ഗീതമോ എന്തെങ്കിലും കേട്ടുകൊണ്ടാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത് എങ്കിൽ നമ്മുടെ ആ മുഴുവൻ ദിവസവും പോസിറ്റീവായി ചിന്തിക്കാനും പോസിറ്റീവായ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പൂർണ്ണ ദിവസം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഈ പുസ്തകം വായിച്ച് അതിനുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ട് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് വളരെ ഉപകാരപ്പെട്ടു സാർ, ഇതിന് വളരെ നന്ദിയുണ്ട് എന്നാണ്. നമ്മളും ഇതുപോലെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ 7 ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു 7 ദിവസം കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കും. ഇനി അഥവാ നെഗറ്റീവ് തോട്ട്സ് വന്നാൽ എല്ലാ മനുഷ്യർക്കും വരുന്ന ഒന്നാണ്. ഇത് നമുക്ക് മാത്രം വരുന്ന ഒന്നല്ല. നമ്മൾ എത്ര പോസിറ്റീവായി ഇരുന്നാലും 100% ഒരു ദിവസത്തിൽ പോസിറ്റീവായി നിൽക്കാൻ, പോസിറ്റീവായി ചിന്തിക്കാൻ ഏതൊരാൾക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ എനി ടൈം നെഗറ്റീവ് തോട്ട്സ് വന്നാൽ നമ്മുടെ ചിന്തകളെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് അതിനെ മാറ്റിയെടുക്കാനുള്ള 3Sന്റെ ട്രിപ്പിൾ ഒരു ടെക്നിക്കും അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, സ്പോട്ട്. നമ്മൾ ആ നെഗറ്റീവ് ചിന്തയെ തിരിച്ചറിയുകയും അതിനെ സ്പോട്ട് ചെയ്യുകയും. രണ്ടാമത്, സ്റ്റോപ്പ്. ആ നെഗറ്റീവ് ചിന്തയെ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുകയും. മൂന്നാമത്, സ്വാപ്പ്. അതിനെ ചേഞ്ച് ചെയ്യുക, അതിനെ എക്സ്ചേഞ്ച് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള നമുക്ക് സന്തോഷം നൽകുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ആ നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് മറന്നുകൊണ്ട്, ഇല്ലായ്മ ചെയ്യാൻ ഒരു പക്ഷെ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ പോലും അതിനെ മറന്നുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു സമയം, ഒരു ചിന്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ നാം രാവിലെ തന്നെ ചെയ്യുകയും അഥവാ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും, അതിനെ സ്പോട്ട് ചെയ്തുകൊണ്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യുകയും അതിനെ മറ്റ് പോസിറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു മുഹൂർത്തത്തെ ഓർത്തുകൊണ്ട്
നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുകയും എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം വായിച്ച് നമ്മുടെ ആ സുഹൃത്തിനുണ്ടായ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ആ പുസ്തകം വായിക്കണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇനി അഥവാ വായിച്ചില്ല എങ്കിൽ അതിന്റെ സത്ത എന്ന രീതിയിൽ നാം ഈ വീഡിയോയിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയട്ടെ. നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള എല്ലാ സമയത്തും പ്രസന്നഭാവത്തോടെ ആളുകൾക്കിടയിൽ മുന്നോട്ട് പോവാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.